അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പണിക്കാരുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പണിക്കാരുള്ള ദിവസം എങ്ങനെയാണ് നമ്മളത് നോക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചിന്നു വന്നിക്കണം കേട്ടോ. അന്ന് ഞാൻ ഇവിടെ വന്നാലും വീഡിയോ എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എടുത്തിട്ടില്ല ഞാൻ. പിന്നെ അങ്ങനെ ലോറിയിലൊക്കെ പോകണം ആ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചിന്നു ഇപ്പോൾ എന്താ നിങ്ങളെന്നാ വന്ന ചിന്നു ചൊവ്വാഴ്ച വന്നതാ കേട്ടോ. അപ്പോൾ ഓല് ഇവിടെ ഉണ്ട്, അതിനൊക്കെ ഉണ്ട്. ആ വന്നന്ന് ഓലില്ലേനി കേട്ടോ, പിന്നെ വന്നതാണ്. അപ്പോൾ രാവിലത്തെ ചായയും കടിയും പരിപാടിയും പിന്നെ അങ്ങോട്ട് പോണതും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോകൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ലോങ് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ എന്നും അങ്ങനെ ലോങ് വീഡിയോ ഇടാനൊന്നും കഴിയില്ല കേട്ടോ. പെരയിലാകുമ്പോൾ പിന്നെ ഞാൻ എന്നും അങ്ങനെ ഇടാൻ നോക്കും. പക്ഷെ ഇവിടെ ആകുമ്പോൾ അങ്ങനെ എടുക്കലില്ല, അതാണ് ഒന്നാമത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നലെ രാത്രി ഉണ്ട് ഞാൻ വിചാരിക്കണം കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ തുടങ്ങിയിരിക്കണ്. ഞാൻ എവിടെ എത്തുന്നൊന്നും അറിയില്ല, ഏതായാലും നോക്കി നോക്കാം. രാവിലെ നമുക്ക് ചായക്കടി പുട്ടാട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടിനൊക്കെ അവിടെ പുതിർത്താൻ വെച്ചിരിക്കണം. പിന്നെ കറി ഇതാക്കുന്ന ചെറുപ്പയറാണ്. പുട്ടിക്ക് ചെറുപ്പയർ ആരെങ്കിലും കൂട്ടലുണ്ടോ? ചിലവരൊന്നും കൂട്ടലില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടലുണ്ട്, നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ചിന്നിവിടെ ഉണ്ട്, കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കാട്ടോ. അപ്പോൾ പുട്ടും ചെറുപ്പയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ രാവിലേക്കൊക്കെ കേട്ടോ. അതാക്കണം കേട്ടോ. ചിന്നു കുറേ ആയി ചിന്നു വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ചിന്നു വന്നപ്പോൾ ഞാൻ ചിന്നുവിനെ കാണിച്ചു തന്നത്. ചിന്നു ഉണ്ടാവില്ല, ഞാൻ പിന്നെ അവിടെ കേൾക്കാറല്ലോ. അപ്പോൾ ഞാൻ ചിന്നു ഉണ്ടാവില്ല. അപ്പോൾ ചിന്നു ഉള്ളതിനോട് ഞാൻ ചിന്നുവിനെ കാണിച്ചു തന്നതാട്ടോ. അപ്പോൾ കുറേ ആയി വീഡിയോയിൽ നിന്നതിനോട് തന്നെ ചിന്നുവിന് ചടപ്പാണ്, മടി. കുറേ ആയി ഇങ്ങനെ കാണുമ്പോൾ ഒരു അന്ന് തുടങ്ങി ഉടനെ അങ്ങനെ കേട്ടോ. അപ്പോൾ ഒപ്പം നിൽക്കലേ ഇല്ലല്ലേ, കുറേ ആയി ഒപ്പം നിന്നിട്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇവിടെ എത്തുമ്പോൾ അധികം വീഡിയോ എടുക്കലും ഇല്ല. കഴിഞ്ഞൊരു വന്നപ്പോൾ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം, പക്ഷെ എടുക്കുകയില്ല. ഇവിടെ വരുമ്പോൾ വീഡിയോ എടുക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ചിന്നുള്ളപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോ എടുക്കാന്ന്. അങ്ങനെ നല്ല തണുപ്പാട്ടോ പുറത്തൊക്കെ. ഇന്നലെ രാത്രി തുടങ്ങിയിരിക്കുന്ന തണുപ്പ് കേട്ടോ. നേരെ വെളുത്തപ്പോൾ നല്ല തണുപ്പ്. ഇപ്പോൾ ജനുവരി ആയിട്ട് തണുപ്പായിട്ട് വീടില്ലല്ലേ. അപ്പോൾ പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. നോമ്പൊക്കെ ആവാനായി. അന്ന് നോമ്പിന് തുടങ്ങിയത് കേട്ടോ. നോമ്പിന് നല്ല ഒരു കൊല്ലമായിട്ടോ തുടങ്ങിയിട്ട്. ജനുവരിയിലെത്തിയ ഫസ്റ്റ് വീഡിയോ ഇട്ടോന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ. അതെ, നോമ്പിൽ നല്ല രസമാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ രണ്ടാളും കൂടി ആയിരിക്കും നോമ്പ്. അപ്പോൾ ഇൻഷാല്ലാ നോക്കല്ലേ വീഡിയോ ഒക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം എന്താണ് നിങ്ങളെ വിശേഷം എന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി. അപ്പോൾ ചിന്നു ഫാൻസൊക്കെ ഇനി വന്നോളി. ചിന്നു വന്നിക്കണം കേട്ടോ. ആ ചായയൊക്കെ കുടിച്ചു. നല്ല പുട്ടും ചെറുപ്പയർ കറിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഐസമോളും തറവാട്ടിക്ക് പോവാട്ടോ. ഐസമോളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും തറവാട്ടിക്ക് പോവാണ്. ബായ് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പ് ഇപ്പോഴും വിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ചായ കുടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ ചായയൊക്കെ കുടിച്ചാണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തറവാട്ടിലെത്തിയപ്പോൾ ഓർമ്മ ഉണ്ടോ ഈ കിച്ചണൊക്കെ? കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഈ കിച്ചൺ തന്നെയായിരുന്നു കേട്ടോ ഫുള്ള് വീഡിയോയും. അപ്പോൾ ഇന്നത്തെ കറി എന്താണെന്ന് വെച്ചാൽ കർമൂസക്കറി കേട്ടോ. കർമൂസക്കറിയും, കർമൂസക്ക് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല, ബീഫ് വരട്ടിയതുമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കർമൂസനെയൊക്കെ വൃത്തിയാക്കി, പിന്നെ കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ പറഞ്ഞിട്ട് അത് വേവാൻ വെച്ചിട്ടോ. അവിടെ നമ്മൾ ചെന്നാൽ പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഓരോന്ന് തീർക്കലാട്ടോ. അപ്പോൾ ഞാനത് വേഗം അടുപ്പത്ത് വെച്ച്. അപ്പണ്ട് ഉമ്മ കഞ്ഞിയുണ്ട് കേട്ടോ. ഒരു വൈകുന്നേരം പോണ പണിക്കാരാട്ടോ. അപ്പോൾ കഞ്ഞിയുണ്ട്. അപ്പോൾ ഉമ്മ വേഗം പൂളയൊക്കെ ചെത്തുണ്ട്. കഞ്ഞി പൂള കൂട്ടാനോ കേട്ടോ. കഞ്ഞിക്ക് കൂട്ടാനും പൂള. അപ്പോൾ ഉമ്മയാണ് സാധാരണ എന്നും തീ വിട്ടൽ കേട്ടോ. ചോറിനുള്ള വെള്ളം വെക്കലും തീ വിട്ടലൊക്കെ സാധാരണ എന്നും ഉമ്മയാണ്.
പക്ഷേ ഇന്ന് ഞാനാണ് തീ കൂട്ടിയത്. ഉമ്മയുടെ പൂളൊക്കെ റെഡിയാക്കിയിനി. അപ്പം ഞാൻ വേഗം പോയിട്ട് തീയൊക്കെ മൂട്ടിട്ടോ. ഇത് നമ്മൾ പുറത്തത്തെ ഒരു അടുക്കള കേട്ടോ. പുറത്തത്തെ അടുക്കള പറഞ്ഞാൽ അവിടെ ചെറിയൊരു അടുപ്പും ചെറിയൊരു പൈപ്പും സിങ്കൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊരു അടുക്കള ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ചോറ് വെക്കൽ കേട്ടോ. ഇങ്ങനത്തെ അടുപ്പാകുമ്പോൾ എന്താ പറയുക, തീ പെട്ടെന്ന് കത്തും, വേഗം വെള്ളം തിളക്കും ചെയ്യും കേട്ടോ. മറ്റേത് നമ്മൾ കുറേ നേരം ഇങ്ങനെ കത്തിക്കും വേണം, വെള്ളം അവിടെ തിളച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി തീയൊക്കെ കത്തിച്ച് പിന്നെ അതാ അപ്പോൾ പൂള തൂമിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചതാ കേട്ടോ. ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിക്കാണ്ട് പിന്നെ ഉമ്മ ഇതാക്കണ ഇറച്ചി മുറിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിയും ഇതൊക്കെ തൊലിച്ച് വൃത്തിയാക്കി അതിൻ്റെ ശേഷം പിന്നെ ഞാനൊക്കെ കുത്തി ചതക്കി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ. ഉമ്മ ബീഫൊക്കെ മുറിച്ച് കേകി അവിടെ വെച്ചിന്. അപ്പോൾ ഞാൻ പിന്നെ എന്നാലേ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മസാലപ്പൊടിയും സാധനമൊക്കെ ഇട്ട് ഐസുമോളും ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം ഇടാൻ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ലോണം കുഴക്കണം കേട്ടോ. കുഴച്ചിട്ടാണ് പിന്നെ നമ്മൾ ബീഫിനിട്ട് കേട്ടോ. ബീഫിനെ ഇട്ട് നല്ലോണം കുഴച്ച് അതങ്ങനെ അടുപ്പത്ത് വെച്ച്. അപ്പോൾ ബീഫ് പറ്റാത്ത ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് പറ്റാത്ത ആൾക്ക് മീനും കായും തേച്ച് വെച്ചോട്ടോ. അപ്പോഴത്തേനും പിന്നെ കഞ്ഞി കൊടുത്തുട്ടോ. കഞ്ഞിയും പൂളയൊക്കെ കൊടുത്തു. ഇത് ബാക്കിയുള്ളതാട്ടോ. ഞാൻ കൊടുത്തപ്പോൾ അത് വിട്ടുപോയിട്ടോ. പിന്നെ തൂമിച്ചതൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് വിട്ടുപോയി. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. നല്ല ടേസ്റ്റുള്ള പൂള കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബീഫോടെ അടുപ്പത്താണ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും അത് വേകുമ്പോഴത്തേനും ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചതാട്ടോ, തൂമിക്കാൻ വേണ്ടിയിട്ട്, ബീഫ് തൂമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ വിചാരിച്ച് ഞാൻ പൂളിയും ചായയും കുടിച്ചിട്ടോ. അപ്പോൾ നല്ല കട്ടൻ ചായ അതിന് വേണ്ടീനല്ലേ. ഞാൻ പിന്നെ പാൽ ചായ ബാക്കിയുള്ളതവിടെ ഉണ്ടായപ്പോൾ പിന്നെ അതും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. പൂളിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് നമ്മളെ ബീഫൊക്കെ നല്ല വെന്ത് സെറ്റായി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് തൂമിക്കലാണല്ലോ പരിപാടി. അപ്പോൾ പിന്നെ അതിനെയും തൂമിച്ച് അവിടെ മാറ്റി വെച്ച് പിന്നെ അടുത്ത നമ്മളെ പരിപാടി മീൻ പൊരിക്കലാട്ടോ. അപ്പോൾ മീൻ പൊരി ആയി. അപ്പോൾ കൂട്ടാനുകളൊക്കെ ആയിന് കേട്ടോ. മീൻ ഇപ്പോൾ പൊരിച്ചിട്ടുള്ളൂ, അതാണ് പുക ഇങ്ങനെ പാറണം കേട്ടോ. പിന്നെ നമ്മളെ കർമൂസ തേങ്ങ അരച്ച കറിയും സെറ്റായി. പിന്നെ പപ്പടം പൊരിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടം പൊരിച്ച് ബീഫും ആക്കി. പിന്നെ ചോറ് അമ്മയുടെ ഊറ്റിക്കാണ്ട് കൊണ്ടുവന്ന് വെച്ചിന് കേട്ടോ. ഉമ്മ അതിൻ്റെ അടുത്ത് അപ്പം സാധനങ്ങളൊക്കെ സെറ്റായ സ്ഥിതിക്ക് നമുക്ക് അടിച്ചേരി തുടക്കട്ടെ. എല്ലതും ആയാൽ പിന്നെ അടിച്ചേരി തുടക്കാനായിട്ട് പോവാം. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അടിച്ചേരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ചോറ് തിന്നിട്ടോ. ചോറും തിന്നിട്ട് പിന്നെ എന്താണ് പിന്നെ അവിടുന്ന് നേരെ പോരാ കേട്ടോ. ചോറ് തിന്നിട്ടാട്ടോ എന്നും പോരാ. പണിക്കാരുള്ളന്ന് ചോറ് തിന്നിട്ടാണ് പോരാ. പിന്നെ പണിക്കാർക്ക് ചോറ് കൊടുത്ത പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പം ഞാനും ചോറ് തിന്നോട്ടോ. പിന്നെ ഇവിടെ എത്തിയിട്ടാണ് തിരുമ്പലും കുളിക്കലൊക്കെ കേട്ടോ. അപ്പം പിന്നെ ചോറൊക്കെ തിന്ന്. അപ്പോൾ ഈ അടുക്കളയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, നമ്മൾ കുറേ അടുക്കളയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിന്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോരാ കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് പോരാണ്. പോരെല്ലാം ഒരു കേക്ക് കൊടുത്ത് കൈ പിടിച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ച് ഇങ്ങനെ പോരുമ്പം അയലോകത്തത്തെ സാറപ്പൂച്ചനെ കണ്ടപ്പോൾ ഐസമോള് അത് കാണിച്ചു തരാം കേട്ടോ എനിക്ക്. സാറപ്പൂച്ച അതാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോന്നു. അപ്പോൾ എന്താ രസമല്ലേ കാണാൻ. അങ്ങനെ നല്ല അപ്പോൾ എത്ര സമയം 1:45 തോന്നുന്നുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലിങ്ങനെ ഉണ്ടായിട്ട് ആ വെയിൽ ആ നീയൽ ഇങ്ങനെ കാണാൻ, റോട്ടിൽ നീയൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പരിപാടിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പെരേക്ക് പോകുന്നു കേട്ടോ. പെരയിലെത്തിയിട്ട് വേണം ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ കേട്ടോ. അങ്ങനെ അതാ കുളിന്നാനും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോ. ഒക്കെ കഴിയുമ്പോഴത്തേനും സമയം 3 മണിയാവും കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞ് ചിന്നോടെ പോകാൻ ഒരുങ്ങാട്ടും. അതിനൂനെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവന്നിക്കണ്. എന്നിട്ട് ഓല് ചിന്നൂൻ്റെ അടുക്ക് പോകാട്ടോ. അപ്പോൾ ചിന്നൂൻ്റെ അടുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പണിക്കാരുള്ള അന്ന് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ തിരുമ്പലും കുളിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. തിരുമ്പലും കുളിയും നിസ്കാരം കഴിയുമ്പോഴത്തേനും 3 മണിയാവും കേട്ടോ. അപ്പോൾ 3 മണിയായി. ഐസമോളും ഓല അടുത്തുണ്ട് കേട്ടോ. ഐസമോളിന് എൻ്റെ തിരുമ്പി കുളി കഴിയുള്ള ചിന്നുവിൻ്റെ അടുത്തേന് കേട്ടോ. അപ്പോൾ എൻ്റെ തിരുമ്പി കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇനി വെറുതെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി കാര്യമായിട്ട് ഒരു പണിയില്ല കേട്ടോ. ഇനി വെറുതെ ഇങ്ങനെ ഇരിക്കുക, രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുക, അതാണ് ഇനിയുള്ള പണി. വേറെ ഒരു പണിയില്ല കേട്ടോ. ഇനി ഇപ്പോൾ ഈ ടൈമിലായിട്ട് ഫോണിലൊക്കെ നോക്കുക ഞാൻ. അതേപോലെ ഉമ്മാനെ വിളിച്ചാലും ഒക്കെ ഈ ടൈമിലാട്ടോ. പണിക്കാരുണ്ടാകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി ഉമ്മാനൊക്കെ ഒന്ന് വിളിച്ചണം. പിന്നെ കുറച്ച് നേരം റീൽസും ഇതൊക്കെ കണ്ട് ആൾക്കാരെ സ്റ്റാറ്റസും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി കേട്ടോ. കണ്ണാടിയിൽ തന്നെ കാണുന്നത്. പിന്നെന്താ, അപ്പോൾ ഇങ്ങനെയാണ് പണിക്കാരുള്ള ഒരു ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഹലോ ചിന്നു ഒന്ന് പോവാണ് കേട്ടോ. ഇനി ചിലപ്പോൾ ഞാൻ പോയിട്ട് ആയിക്കോട്ടെ വരിക, എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പം വേഗം വരും, ചിലപ്പോൾ ഞാൻ പോയിട്ടായിരിക്കും വരിക. ഓല് പോകാനും വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ചിന്നു വിരുന്നൊക്കെ പോയിട്ടോ. ചിന്നതാ സാധനമൊക്കെ കൊണ്ട് വിരുന്ന് പോയി. ഇനിയിപ്പോൾ കാണിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഷെമി പണിക്ക് പോയിക്കാണ്, എത്തിയിട്ടില്ല.
അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ.